അപ്പോൾ ഇന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പരിശോധിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ആദാമിന് ദൈവം കൊടുത്ത പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ ചില കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏദൻ തോട്ടത്തിൽ ആദാമിന് നേരിട്ട മരണം അത് ആത്മീയ മരണമാണോ ശാരീരിക മരണമാണോ, ഈ രണ്ടു മരണവും ചേർന്നിട്ടുള്ള മരണമാണോ ആദാമിന് ലഭിച്ച ശിക്ഷ എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം സകല വേദ സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനമാണ്. അവിടെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തവും ദൃഢവുമായ ആശയങ്ങൾ നാം കണ്ടെത്തി അതിൽ നിന്ന് വേണം ബാക്കി വേദപുസ്തകത്തിൻ്റെ എല്ലാ ഉപദേശ രൂപങ്ങളെയും നാം പഠിക്കേണ്ടത്. അപ്പോൾ അടിസ്ഥാനത്തിൽ നമുക്ക് തെറ്റിപ്പോയാൽ പിന്നീടുള്ള പണികളിൽ വലിയ തെറ്റുകൾ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചും മനുഷ്യൻ്റെ മോചനത്തെക്കുറിച്ചുമുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണ് ദൈവം ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള വിഷയങ്ങളാണ്. നമുക്കറിയാം, പൂർവപിതാവായ ആദാമിനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ ആക്കുന്നു. ഏദൻ തോട്ടത്തിലാക്കി അവിടെ അവർക്ക് ജീവിക്കാൻ വേണ്ടുന്നതായ ഫലവൃക്ഷങ്ങൾ ദൈവം നൽകി, ഒരു കൽപ്പനയും ദൈവം നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങളെങ്കിലും എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്. ദൈവം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം കിഴക്ക് ഏദനിലൊരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. അവിടെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, പിന്നെ ജീവൻ്റെ വൃക്ഷം, കൗതുക വൃക്ഷം, ഇങ്ങനെ പല വിധത്തിലുള്ള വൃക്ഷങ്ങളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം എന്നും അവർക്ക് തിന്നുകൊണ്ടിരിക്കാം. എന്നെങ്കിൽ മാത്രമേ ജീവൻ നിലനിൽക്കുകയുള്ളൂ. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ് ദൈവം ആദാമിനോട് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മരണം മനുഷ്യൻ്റെ പൂർണ്ണനാശമാണെന്ന് ഇന്ന് ക്രൈസ്തവ ലോകം സമ്മതിക്കുന്നില്ല. മരണശേഷവും മനുഷ്യനിൽ നിന്ന് ഒരു ആത്മാവ് വേർപെട്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആശയമാണ് ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ഉടനീളം നിലവിലിരിക്കുന്നത്. അപ്പം ദൈവം പറഞ്ഞ ആദിമ സിദ്ധാന്തത്തിന് വിരുദ്ധമാണ് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിന്. ആ മരണത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് 3-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ പറയുന്നു. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. ആദാമിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ്. നിലത്ത് നിന്ന് നിന്നെ എടുത്ത് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഉണ്ടോ? നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. അപ്പോൾ ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആദാം ഇല്ലായിരുന്നു. ആ അവസ്ഥയിലായിത്തീരുമെന്ന ഈ കൽപ്പന ലംഘിച്ചാൽ സംഭവിക്കുന്നത്.
ഇതാണ് ആദാമിനെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്ന ആ ക്രിയ നടന്നു. പിന്നെ ആദാം ഇല്ല. അപ്പോൾ തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ആദാം പിന്നെയും ജീവിച്ചിരിക്കുകയായിരുന്നു. 930 സംവത്സരം കഴിഞ്ഞപ്പോഴാണ് ആദാം മരിക്കുന്നത്. അപ്പോൾ ആദാമിൻ്റെ ആയുഷ്കാലം 930 സംവത്സരമാണ്. അപ്പോൾ തിന്നുന്ന നാളിൽ മരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഈ നാളിൽ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തുവാൻ മനുഷ്യൻ നിർമ്മിച്ചെടുത്ത ഒരാശയമാണ് ആത്മീയ മരണം. ഈ വൃക്ഷഫലം തിന്നപ്പോൾ തന്നെ ആദാമിന് ആത്മീയ മരണം സംഭവിച്ചു എന്നാണ്. ആത്മീയ മരണം സംഭവിച്ച ആദാം 930 സംവത്സരം വരെ ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ ആത്മീയ മരണം കൊണ്ട് ആദാമിന് വിശേഷിച്ച് ദോഷമൊന്നും സംഭവിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന ശിക്ഷയുടെ ആ കാഠിന്യം അത് നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും എന്നുള്ളത് തന്നെയാണ്. അപ്പം ആദാമിന് ആത്മീയ മരണം സംഭവിച്ചെങ്കിൽ ആദാമിൻ്റെ സന്തതികൾക്കും ആത്മീയ മരണം സംഭവിക്കണം. കാരണം ആദാമിന് നൽകിയ ശിക്ഷ തന്നെയാണ് ആദാമിൻ്റെ സന്തതി പരമ്പരകൾക്കും കണക്കിട്ടിരിക്കുന്നത്. നമ്മൾ പിന്നീടുള്ള ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ആത്മീയ മരണം സംഭവിച്ച അവസ്ഥയിൽ മനുഷ്യനായില്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. ആദാം, ശേത്ത്, ഏനോസിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്നാണ്. ആത്മീയ മരണം സംഭവിച്ച ആദാമിൻ്റെ മക്കൾക്കും ആത്മീയ മരണം സംഭവിക്കണ്ടേ? ഇവിടെ ആത്മീയ മരണം സംഭവിച്ചില്ലല്ലോ. ആത്മീയ മരണം സംഭവിക്കുന്ന ഒരു വ്യക്തി ആത്മീയ കാര്യങ്ങളിൽ എങ്ങനെയാണ് പിന്നെ മുഴുകാൻ കഴിയുന്നത്? ഏനോസ് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയെന്നവർ. അപ്പം ആത്മീയ മരണമെന്ന ഒരു സംഗതി ഇല്ലെന്നാണ് അതിൻ്റെ തെളിവ്. പിന്നെ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്നാ പറയും. അപ്പം ആദാമിന് സംഭവിച്ച ആത്മീയ മരണം ഏനോസിനും സംഭവിച്ചില്ല, ഹാനോക്കിനും സംഭവിച്ചില്ല. പിന്നീട് തുടർന്നു വരുന്ന പിതാക്കന്മാർ, അബ്രഹാം, ഇസാക്ക്, യാക്കോബ് തുടങ്ങിയ പിതാക്കന്മാർ, പ്രവാചകന്മാർ, പുതിയ നിയമ വിശുദ്ധന്മാർ, ഇവരെല്ലാം ആത്മീയമായി ഒന്നിനൊന്ന് ബലപ്പെട്ടിരുന്നതായിട്ടാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആത്മീയ മരണം സംഭവിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നുള്ളത് ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ആത്മീയ മരണത്തിൻ്റെ പരിണിത ഫലങ്ങൾ ആർക്കും ദോഷം ചെയ്തില്ല. പക്ഷെ ഈ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പിശാച് പറഞ്ഞു. ആദാമിനും ഹവ്വായ്ക്കും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവില്ലായിരുന്നു എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. നന്മയെയും തിന്മയെയും വേർതിരിച്ചറിയുവാനുള്ള കഴിവ് അവർക്ക് ഇല്ലായിരുന്നു എന്നാണ്. അത് യഹോവ തന്നെ പറയുന്നുണ്ട്. ആ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നണമെന്നാണ് പറയുന്നത്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദാമിനെ സംബന്ധിച്ച് ഈ വൃക്ഷഫലം തിന്നണമോ തിന്നാതിരിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള ശേഷി ആദാമിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്.
അപ്പം നന്മയെയും തിന്മയെയും തിരിച്ചറിയണമെങ്കിൽ ഈ വൃക്ഷഫലം ഇവർ തിന്നണം. തിന്നാൽ ഇവർ മരിക്കുകയും ചെയ്യും. അപ്പം എന്താണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്? മനുഷ്യർ നന്മതിന്മകളെ അറിയുവാനുള്ള ആ കാരണം അത് ഇവർ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ പിന്നെ എന്താണ് നന്മ, എന്താണ് തിന്മ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദാം ഈ വൃക്ഷഫലം തിന്നുന്നില്ല, ആദാം കൽപ്പന ലംഘിക്കുന്നില്ല എങ്കിൽ ആദാം എങ്ങനെയിരിക്കും? നന്മതിന്മകളെ തിരിച്ചറിയാൻ കഴിയില്ലാത്ത ഒരു മനുഷ്യനായിട്ട് തന്നെ ഈ ഭൂമിയിൽ ഇരിക്കും. ആദാമിൻ്റെ സന്തതി പരമ്പരകൾ ജനിക്കുന്നവരും അതുപോലെ തന്നെ നന്മതിന്മകളെ അറിയാത്തവരായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് അടിസ്ഥാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വൃക്ഷഫലം തിന്നുകയാണോ വേണ്ടേ, തിന്നാതിരിക്കുകയാണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായ തീരുമാനമെടുക്കുവാൻ ആദാമിന് പ്രാപ്തിയുണ്ടായി. അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദൈവമാണ്. പക്ഷേ ദൈവം പറഞ്ഞ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് പിശാച് പറഞ്ഞ കൽപ്പനയെ ആദാം അനുസരിച്ചു എന്നാണ്. നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകൂ എന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ട് വൃക്ഷഫലം തിന്നാൻ പിശാച് ആദാമിനെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഹവ്വ വഴി ആദാം ആ വൃക്ഷഫലം തിന്നുന്നു. അപ്പോൾ ഈ വൃക്ഷഫലം തിന്നതിന് ശേഷം ദൈവം ആദാമിനെ കുറിച്ച് എന്താ പറയണമെന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിച്ചേ. 3:22. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്തു കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഈ വിലക്കപ്പെട്ട വൃക്ഷഫലം തിന്നതിന്റെ ശേഷം യഹോവ കൽപ്പിക്കുന്നത് എന്താണ്? യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഉണ്ടോ? ഈ വൃക്ഷഫലം തിന്നതിന് ശേഷമാണ് നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇവിടെ നമ്മിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് പിതാവായ ദൈവവും ഒന്ന് യേശുക്രിസ്തുവാണ്. അവരാണ് ഈ സംഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് എന്തു ചെയ്യണം? ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത്. അപ്പൊ ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന് ഫലം തിന്നതിന് ശേഷം അവർ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാൽ വീണ്ടും അവർ മരിക്കാതെ തന്നെ ഇരിക്കുന്ന അവസ്ഥ ആ നിയമത്തിലേക്ക് വരുവാണ്. അതുകൊണ്ട് അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി എന്നവർ. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ആത്മീയ മരണം സംഭവിച്ചതുകൊണ്ടാണ് നേരത്തെ ഈ വൃക്ഷഫലം പറിച്ചു തിന്നാത്തത് എന്നാണ് മറ്റൊരു വാദം. ഏത്? ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നതിന് ശേഷം ആത്മീയമായ കാര്യങ്ങളിലുള്ള ശേഷി നഷ്ടപ്പെട്ടതുകൊണ്ട് ആദാം ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ ആത്മമരണത്തിന്റെ വാദികൾ പറയുന്നത്. പക്ഷേ യഹോവ ആ കാര്യം അംഗീകരിക്കുന്നില്ല. ആത്മീയ മരണം സംഭവിച്ചതുകൊണ്ടല്ല വീണ്ടും അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാതെ പുറത്താക്കുന്നത്. അവൻ കൈനീട്ടി വീണ്ടും പറിച്ചു തിന്നാതിരിക്കാൻ
യഹോവ അവനെ പുറത്താക്കിയത് കൊണ്ടാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാഞ്ഞത്. അപ്പോൾ ആത്മീയ മരണം എന്നുള്ള ഒരു വിഷയം യഹോവയും അംഗീകരിക്കുന്നില്ല. അപ്പോൾ രണ്ട് വിധങ്ങളിലും ആത്മീയ മരണത്തെ വേദപുസ്തകം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആത്മീയ മരണം സംഭവിച്ച ഒരാൾക്ക് പിന്നെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാൻ സാധ്യമല്ല. അപ്പം ഇനി മരണത്തിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ച് എന്താണ് ഈ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്? ദൈവം ആദാമിനോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇവർ കൽപ്പന ലംഘിച്ചതിന് ശേഷം വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ വരുന്നു. ആദാമേ, നീ എവിടെ എന്ന് ചോദിച്ചു. ഒരു ചോദ്യം, നീ എവിടെയാണ്? പിന്നെ ഞാൻ നിന്നോട് തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചു. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? 3 കാര്യങ്ങളാണ്. അപ്പം ഇതിൽ ഈ നഗ്നത എപ്പോഴാണ് അവർക്കുണ്ടായത്? ആദാമിനെ ഹൗവയെയും സൃഷ്ടിച്ചതിന് ശേഷം അവർ നാണം അറിഞ്ഞിരുന്നില്ല എന്നാണ്. ഈ കൽപ്പന ലംഘിക്കുന്നതിന് മുമ്പ് അവർക്ക് നാണം അറിയാൻ മേലായിരുന്നു. കൽപ്പന ലംഘിച്ചതിന് ശേഷമാണ് അവർക്ക് നാണമുണ്ടായത്. യഥാർത്ഥത്തിൽ ഈ നാണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതിൻ്റെ പേരിലുള്ള ആ ഒരു ലജ്ജാബോധമാണ് ആദാമിനും ഹവ്വായ്ക്കും ഉണ്ടായത്. അതുകൊണ്ടവർ യഹോവയുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ തോട്ടത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ മറവിൽ ഒളിച്ചിരുന്നു. അപ്പോൾ ദൈവം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആദാമിനെയും ഹവ്വായെയും പിശാചിനെയും അവിടെ ന്യായം വിധിക്കുക. ആദാമിനോട് ചോദിച്ചു, ഹവ്വായോട് ചോദിക്കുന്നു, പിശാചിനോട് ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരും ഓരോ ഒഴുകഴിവാണ് പറയും. അപ്പോൾ ആദാമിനെ വിളിച്ചു ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നുപോയി എന്ന്. രണ്ടാമത് ഹവ്വായെ വിളിക്കുന്നു, എന്താ നീ ഇങ്ങനെ ചെയ്തേ? അപ്പോൾ പാമ്പെന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു. പാമ്പിൻ്റെ തലയിലാണ് കുറ്റം ചാരുന്നത്. ഞാൻ തിന്നുപോയി. രണ്ടുപേരും പറയുന്നത് ഞാൻ തിന്നുപോയി എന്നാണ്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ചില സാഹചര്യവശാൽ അങ്ങനെ ചെയ്തു പോയി എന്നുള്ള ഒരു കുറ്റസമ്മതം പോലെയാണ് അവർ യഹോവയോട് മറുപടി പറയും. അപ്പോൾ ദൈവം ആദാമിനും ഹവ്വായ്ക്കും അവർക്ക് ചില ആശ്വാസ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അവരുടെ പാപത്തിൻ്റെ ഫലമായി വരുന്ന പരിണിത ദുഃഖങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിശാചിനോട് പറയുന്നു, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്ന് പറയും. അപ്പോൾ പിശാചിന് ഒരു ശിക്ഷ ഇതിൻ്റെ മേൽ ദൈവം ഭാവിയിൽ നടത്തുമെന്ന് പിശാചിന് മുന്നറിയിപ്പ് കൊടുക്കും. സ്ത്രീയോട് പറഞ്ഞു, നിന്റെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും. പിശാചിനോട് പകരം വീട്ടിക്കൊള്ളും, നിന്നെ പാപം ചെയ്യുവാൻ ഇടയാക്കിയത്. യഹോവയായ ദൈവം തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്നാണ്. അവർ യഹോവയുടെ ആജ്ഞകൾ അനുസരിക്കാതെ ധിക്കരിച്ചെങ്കിലും യഹോവയുടെ സ്നേഹം അവരെ കൈവിടുവാൻ അത്രയ്ക്ക് തരം താന്നതല്ലായിരുന്നു. യഹോവയുടെ ആ മഹാസ്നേഹം ആദാമിനെയും ഹവ്വായെയും ഈ മരണത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് അവർക്ക് ഒരു വസ്ത്രമുണ്ടാക്കി അവരെ ഉടുപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യന് ഒരു പ്രത്യാശ നൽകിക്കൊണ്ടാണ്
ദൈവം അവരെ പുറത്താക്കി കളയുന്നത് ഏദൻ തോട്ടത്തിൽ. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പ്രത്യാശയുടെ നിവൃത്തികളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. സ്ത്രീയുടെ സന്തതിയായി യേശുക്രിസ്തു വരുന്നു. പിശാച് വരുത്തിവെച്ച മരണത്തെ യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് നീക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ മരണം നീക്കപ്പെടുമ്പോൾ ആദാമിന് വീണ്ടും ആ ഏദൻ പറുദീസയിൽ ജീവനിലേക്ക് മടങ്ങി വരാൻ കഴിയും എന്നുള്ള മഹാസത്യമാണ് വേദപുസ്തകം പറയുന്നത്. ഏദനിൽ വരുത്തിവെച്ച മരണം യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നീക്കുന്നു. അപ്പോൾ ആദാമിനെ വീണ്ടും പറുദീസയിലേക്ക് കൊണ്ടുവരും എന്നുള്ള സിദ്ധാന്തമാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ മരണത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചുമുള്ള വേദപുസ്തകത്തിൻ്റെ ഉപദേശം ആദാമ്യ പാപത്തിൻ്റെ ഫലമായി ഏദനിൽ നഷ്ടപ്പെട്ട എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് വീണ്ടും നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഈ ബഹുമുഖമായ പദ്ധതിയെക്കുറിച്ച് അറിവില്ലാതെയാണ് ആളുകൾ പല കാര്യങ്ങളും ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിശാച് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അതുകൊണ്ട് നിങ്ങൾ ഈ വൃക്ഷഫലം തിന്നു. ഇന്ന് എല്ലാ മതങ്ങളും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യൻ മരിച്ചാലും മരിക്കുന്നില്ല, ശരീരമേ മരിക്കുന്നുള്ളൂ, ആത്മാവ് ജീവിച്ചിരിക്കുന്നു എന്ന് ഉള്ള സിദ്ധാന്തമാണ് എല്ലാ ക്രൈസ്തവ മതങ്ങളും ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞു, നീ മരിക്കും നിശ്ചയം. അപ്പോൾ രണ്ട് പിതാക്കന്മാർ, ഒന്ന് പോഷ്കിൻ്റെ പിതാവ്, ഒന്ന് സത്യത്തിൻ്റെ പിതാവ്, രണ്ട് പിതാക്കന്മാരുടെ ഉപദേശങ്ങളാലാണ് ഇന്ന് മനുഷ്യ സമുദായം അന്നു മുതൽ ഇന്ന് വരെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വെളിച്ചങ്ങളുടെ പിതാവ്, ഒന്ന് പോഷ്കിൻ്റെ പിതാവ്. അപ്പം നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്നുള്ള ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ആത്മാവ്, നല്ലവരുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും, ദുഷ്ടന്മാരുടെ ആത്മാവ് നരകത്തിലേക്ക് പോകും എന്ന് പഠിപ്പിക്കും. ആദാമിന് ദൈവം കൊടുത്ത ശിക്ഷ നരകശിക്ഷയല്ല, ഈ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ് പറഞ്ഞു. അപ്പോൾ നരകമെന്നുള്ള ഒരു സിദ്ധാന്തം വേദപുസ്തകത്തിൽ ഇതിൻ്റെ അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനമായ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെയൊരു സൂചന പോലും ദൈവം പറഞ്ഞിട്ടില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവും കാൽവരി ക്രൂശിൽ മരണം വരിച്ചത്. ആദാം നരകത്തിൽ പോയെങ്കിൽ യേശുക്രിസ്തുവും നരകത്തിൽ പോകണം. അപ്പോൾ വസ്തുതകളുടെ വെളിച്ചത്തിൽ ഈ ഉപദേശങ്ങൾ തെറ്റാണെന്ന് നമുക്ക് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുവാൻ കഴിയും. മനുഷ്യൻ മരിക്കുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നതാണ്. അപ്പം ഈ മറ്റൊരു കാര്യം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ആദാമിന് തീരെ അറിവില്ലാത്തവനായി സൃഷ്ടിച്ചു എന്നാണോ അതിൻ്റെ അർത്ഥം? ആദാമിനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നന്മ ഏതാ തിന്മ ഏതാണെന്ന് എന്ത് അറിവില്ലാതെ ആണോ സൃഷ്ടിച്ചത്? അപ്പം നന്മ തിന്മകൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഈ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള അറിവ് ആദാമിനുണ്ടായിരുന്നു. എങ്ങനെയെന്നാൽ ഈ കൽപ്പന അനുസരിക്കണമോ അനുസരിക്കാതിരിക്കണമോ
എന്ന് തീരുമാനിക്കാനുള്ള അറിവ് ആദാമിന് ഉണ്ടായിരുന്നു. ഇത് ഹവ്വയാണ് ആദ്യം വൃക്ഷഫലം തിന്നുന്നത്, പിന്നെ ആദാമിനും കൊടുക്കുക. അപ്പോൾ ഹവ്വയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ആണ് ആദാം കൽപ്പന ലംഘിക്കുന്നത്. അതിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ആദാമല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീയോടുള്ള സ്നേഹബന്ധത്തിൻ്റെ പേരിൽ ആദാം ആ വൃക്ഷഫലം തിന്നുകയില്ല. കാരണം എന്താ? ഹവ്വ മരിക്കുമെന്ന് ആദാമിനറിയാം. അപ്പോൾ ഹവ്വയോടുകൂടെ മരിക്കുക തന്നെ രക്ഷയുള്ളൂ എന്ന് ആദാം കണ്ടിട്ടാണ് ആദാം ആ വൃക്ഷഫലം തിന്നുന്നത്. അപ്പോൾ നന്മ ഏതാണ്, തിന്മ ഏതാണ്? ആദാം പാപം ചെയ്യുന്നില്ല എന്ന് ഇരിക്കട്ടെ, ആദാം പാപം ചെയ്യാതെ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറയുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ വരേണ്ടവൻ ആവശ്യം വരികയില്ല. കാരണം മനുഷ്യൻ പാപികളായി തീർന്നതുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ വരുവാൻ ഇടയായത്. യേശുക്രിസ്തു വന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് നമുക്ക് ലഭിച്ചത്? ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് അവൻ വിവേകം തന്നുവെന്നും നാം അറിയുന്നു. യോഹന്നാൻ അപ്പോസ്തലന്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവപുത്രൻ വന്നത് സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മനുഷ്യർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് രണ്ട് നന്മകൾ. യഹോവയെക്കുറിച്ച് നമുക്കറിയാൻ പറ്റി, യേശുക്രിസ്തുവിനെ കുറിച്ചും അറിയാൻ പറ്റി. അത് രണ്ടും നന്മയുടെ തത്വങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ ഉപദേശങ്ങളാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് നമുക്ക് പഠിക്കാനിടയായത് ആദാം പാപം ചെയ്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ യേശുക്രിസ്തുവും പിതാവായ ദൈവവും അന്നും ഇന്നും എന്നും അദൃശ്യന്മാരായിരിക്കും. നമുക്ക് യാതൊരു അറിവും അവരെക്കുറിച്ച് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ എന്താണ് തിന്മ? തിന്മയെക്കുറിച്ചുള്ള അറിവെന്താണ്? തിന്മയുടെ പ്രസ്ഥാനം, തിന്മയുടെ ഇസങ്ങൾ ഈ മാനവ സമുദായത്തിൽ മുളയ്ക്കുവാനും പടരുവാനും ഇടയായത് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. പിശാച് തിന്മയുടെ തിന്മ സ്വരൂപനാണ്. യഹോവ നന്മയും പിശാച് തിന്മയുമാണ് നമുക്ക് മനസ്സിലാക്കി തന്നെ. അപ്പോൾ നന്മയുടെ വെളിച്ചത്തിലെ തിന്മയെ അറിയാൻ പറ്റുള്ളൂ, തിന്മയുടെ വെളിച്ചത്തിലെ നന്മയെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നന്മ തിന്മകളെ തിരിച്ചറിയുന്നവരായി തീരും എന്ന് പറഞ്ഞു. അപ്പം ആദാമിൻ്റെ സന്തതി പരമ്പരകൾ ആദാമിൻ്റെ കാലം മുതൽ ഈ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ജനിക്കുന്നു, മരിക്കുന്നു. ചിലർ കൂടുതൽ ആയുഷ്കാലം ജീവിച്ചിരിക്കുന്നു, ചിലർ ജനനത്തിൽ തന്നെ മരിക്കുന്നു, ചിലർ അപകടങ്ങൾ കൊണ്ട് മരിക്കുന്നു, ചിലർ പൂർണ്ണ വാർദ്ധക്യത്തിൽ മരിക്കുന്നു. പലവിധമായ സംഭവ വികാസങ്ങളിൽ കൂടെ, പലവിധമായ അനുഭവങ്ങളിൽ കൂടെ ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലും കാലങ്ങളിലും വ്യത്യസ്തമായിട്ട് മനുഷ്യൻ ജനിക്കുന്നു, മരിക്കുന്നു. ഇങ്ങനെ ഇത് ഇന്നുവരെയും തുടർന്നുകൊണ്ടിരിക്കും. അപ്പം നന്മ തിന്മകളെ കുറിച്ചുള്ള ഒരു നന്മയുടെയും തിന്മയുടെയും ഒരു വേലിയേറ്റം, ഒരു വേലിയിറക്കം, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായ രണ്ട് കാര്യങ്ങളാണ്. ഇതിൽ അവസാനമായി നന്മ ജയിക്കുകയും തിന്മ പരാജയപ്പെടുകയും ചെയ്യും. അപ്പോൾ ദൈവം ആദ്യമേ ഉദ്ദേശിച്ചത് തന്നെ ഇതാ, മനുഷ്യൻ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ
തക്ക പരുവത്തിലാകണം. അങ്ങനെ ആക്കിയെടുക്കുന്നത് പിശാചിന്റെ ജോലിയാണ്. ആദാമിന്റെ സൃഷ്ടി മുതൽ 6000 വർഷക്കാലം ദൈവം പിശാചിന് കൊടുത്തിരിക്കുകയാണ് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പം നന്മയുടെയും തിന്മയുടെയും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി അടുത്ത ഭാവിയിൽ മനുഷ്യൻ നന്മ മാത്രമേ തിരഞ്ഞെടുക്കൂ. അങ്ങനെ നന്മ മാത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ഭൂമിയിലേക്ക് വീണ്ടും മടങ്ങി വരുവാനുള്ള അവസരമുണ്ടാവും. അങ്ങനെ ഉള്ള അവസരത്തിൽ എല്ലാവർക്കും ജീവന്റെ വൃക്ഷമാകുന്ന പുതിയ വൃക്ഷം, അത് യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ നൽകപ്പെട്ട ജീവന്റെ വൃക്ഷം അത് യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആദാമ്യ ഭവനത്തിന് മുഴുവൻ പേർക്കും നിത്യജീവൻ പ്രാപിക്കുവാനുള്ള അവസരം കൈവരും. അപ്പൊ അങ്ങനെ അവസരം കൈവരുവാൻ വേണ്ടി നാം ഇന്ന് പ്രാപ്തരാകേണ്ടത് ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവും ആ നന്മ തിരഞ്ഞെടുക്കാനുള്ള മനസ്സുമാണ്. അത് പ്രാപിക്കാനാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിച്ചത്. അപ്പം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളുടെ വിചാരം ഈ വൃക്ഷഫലം തിന്നാൽ എങ്ങനെയാണ് അറിവുണ്ടാകുന്നത് എന്നാണ്. വൃക്ഷഫലം തിന്നാൽ അറിവുണ്ടാകില്ലല്ലോ. ആപ്പിൾ തിന്നാലോ ഏത്തപ്പഴം തിന്നാലോ നമുക്ക് എങ്ങനെ അറിവുണ്ടാകണേ? ഏദൻ തോട്ടത്തിൽ വൃക്ഷഫലം തിന്നപ്പോൾ എങ്ങനെയാണ് അറിവുണ്ടായെന്നാണ് ചിലർ ചോദിക്കുന്നത്. വൃക്ഷഫലം തിന്ന അറിവുണ്ടാകിയല്ല. പക്ഷേ ഈ കൽപ്പന ദൈവം കൊടുത്തത് ഈ വൃക്ഷഫലം നഞ്ചുള്ളതായിട്ടൊന്നുമല്ല, അത് മരിക്കത്തക്ക വിഷമൊന്നുമല്ലായിരുന്നു. ദൈവം ഒരു അടയാളം കൊടുത്തതാണ്. ആദാം ദൈവത്തെ അനുസരിക്കുകയോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുവാൻ ഒരു പരിശോധന വെച്ചതാണ്. ഈ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത്, ബാക്കി നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. എത്രയോ വളരെ ലഘുവായ ഒരു കൽപ്പനയാണ് ദൈവം കൊടുത്തത്. അപ്പൊ എന്താണ് പാപമായി തീർന്നത്? ഈ വൃക്ഷഫല അല്ല പാപകാരണം, അനുസരണക്കേടാണ് പാപത്തിന് മുഖാന്തരമായത്. അതിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അപ്പൊ ഈ വിലക്കപ്പെട്ട വൃക്ഷം ഫലം അത് തിന്നരുതെന്ന് ദൈവം പറഞ്ഞത് മുതൽ അത് തിന്നണമെന്നുള്ള ഒരു മോഹം മനുഷ്യനിൽ ഉടലെടുക്കുകയും ആ മോഹം വളർന്ന് അത് അനുസരണക്കേടെന്ന ആ പാപത്തിലേക്ക് അവരെ നയിക്കുകയുമാണ് ചെയ്തത്. അല്ലാതെ വൃക്ഷഫലത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി അടുത്തൊരു കാര്യം, തിന്നുന്ന നാളിൽ മരിക്കുമെന്നല്ലേ പറഞ്ഞ്. അപ്പം നാളിൽ അല്ലല്ലോ മരിച്ചേ, 930 സംവത്സരം കഴിഞ്ഞല്ലേ മരിച്ചേ. അപ്പം ഈ നാളെങ്ങനെയാണ് ഒപ്പിക്കണേ? ഈ നാളെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ആത്മീയ മരണം സംഭവിച്ചതെന്ന് പറയുന്നത്. ആത്മീയ മരണം സംഭവിച്ചില്ലെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദൈവം സംഭവിച്ചില്ല. ആത്മീയ മരണം സംഭവിച്ചവനാണ് അതിന് പറിച്ച് തിന്നിയല്ലോ. അപ്പോൾ അവനെ പുറത്താക്കേണ്ട കാര്യവുമില്ല. അവൻ പറിച്ച് തിന്നാതിരിക്കാനാണ് പുറത്താക്കിയത്. അപ്പം തിന്നുന്ന നാളെന്ന് പറഞ്ഞാൽ ഇപ്പം ആദാമിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ആദാം 930 സംവത്സരം ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആദാമിൻ്റെ നാളെന്ന് പറയുന്നത് 930 സംവത്സരം, അല്ലെങ്കിൽ ഒരു 1000 വർഷത്തിന് ഒരു 70 വർഷത്തോടെ കഴിഞ്ഞാൽ 1000 വർഷമായി. അപ്പോൾ ദൈവത്തിനൊരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നൊക്കെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പം ആദാമിനെ സംബന്ധിച്ച് 1000 വർഷമായിരുന്ന കാലഘട്ടമെന്ന് സാമാന്യ രീതിയിൽ പറഞ്ഞാലും അത് തെറ്റില്ല. 930 സംവത്സരം കഴിഞ്ഞപ്പോൾ ആദാം മരിച്ചു. അപ്പോൾ ഇവിടെ യെശയ്യാവ് പറയുന്നുണ്ട്, ഒരു ഉഷസ്സിനും സന്ധ്യയ്ക്കും മധ്യേ നീ എന്നെ എടുത്തു കളയുന്നു എന്ന് പറയുന്നു. അപ്പോൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഒരു ദിവസം പോലും യെശയ്യാവ് ജീവിക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥയിൽ വന്നു എന്നാ പറയുന്നത്.
ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു സന്ധ്യയും ഒരു ഉഷസ്സും ചേർന്ന് അത് പൂർത്തിയാകുന്നതിന് മുമ്പേ മരിക്കേണ്ടി വരുന്ന അവസ്ഥ. അത് ഒരു ദിവസം പൂർത്തിയാകുന്നില്ല. അതുകൊണ്ട് തിന്നുന്ന നാളിൽ മരിച്ചു എന്ന് അങ്ങനെ ധരിച്ചാലും അതിൽ പാപമൊന്നുമില്ല. ആദാമിനെ സംബന്ധിച്ച് 930 സംവത്സരം ജീവിച്ചിരുന്നു, പിന്നെ അവൻ മരിച്ചു. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടുതൽ ആധികാരികമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചും അത് വളരെ ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വരും എന്നുള്ളതാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും. ഈ സന്തതി യേശു ക്രിസ്തുവാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ കൂടുതൽ വിസ്തരിക്കേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ പറയാനിടയായ വിഷയം ഈ ആത്മീയ മരണം സംഭവിച്ചു, ശാരീരിക മരണം സംഭവിച്ചു, ഇങ്ങനെയുള്ള 2 മരണത്തെക്കുറിച്ചൊന്നും അല്ല യഹോവ അവിടെ പറയുന്നത്. നീ മരിക്കുമെന്ന് പറഞ്ഞാൽ നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. അപ്പോൾ ആദാം എന്ന് പറയുന്ന വ്യക്തി ഇല്ലാതെയായിത്തീരുന്നു എന്ന് നിർവചനം സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ മരണത്തെക്കുറിച്ച് അങ്ങനെ നിർവചിച്ചിരിക്കുന്നത്. 104 സങ്കീർത്തനത്തിൽ നീ നിന്റെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്തുപൊടിയിലേക്ക് മടങ്ങുന്നു, നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ആദാമിനെ സംബന്ധിച്ച് ഇങ്ങനെയാ ദൈവം ചെയ്തു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നെന്നാണ്. മനുഷ്യനിലും മൃഗങ്ങളിലും മൂക്കിൽ ജീവശ്വാസം ഉള്ളതിനെല്ലാം ഈ ശ്വാസമാണുള്ളത്. അതല്ലാതെ മനുഷ്യനോ മൃഗങ്ങൾക്കോ ഇതുകൂടാതെ മറ്റൊരു ആത്മാവ് ജീവനുള്ളതായിട്ടെങ്ങും ഇരിക്കുന്നില്ലെന്നാണ്. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു. മരണത്തിൻ്റെ ആ നശ്വരതയെക്കുറിച്ച് ഒരുപാട് വേദവാക്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് മനുഷ്യൻ്റെ സമ്പൂർണ്ണ നാശമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടില്ല. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. കണ്ടോ, യഹോവ ഭക്തനായിരുന്നു മരിച്ച ആളും അല്ലാതെയുള്ള ആളും മരണശേഷം യഹോവയെ സ്തുതിക്കുന്നില്ല. മരണത്തോടുകൂടി ആ ആസ്തിക്കുമില്ലാതെയാകുക. പിന്നെ എങ്ങനെയാണ് സ്തുതിക്കുന്നത്? ആത്മാവ് മുകളിലേക്ക് പോയി സ്വർഗത്തിലിരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് സ്തുതിക്കുന്നുണ്ടെന്നുള്ള ഒരു സൂചന വേദപുസ്തകത്തിൽ എങ്ങും പറയുന്നില്ല. മൃതരായ ആളുകളുടെ ആത്മാക്കൾ സ്വർഗത്തിലിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് ഒരു വേദവാക്യം പോലും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഇന്നുവരെയും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. മരണം മനുഷ്യന്റെ സമ്പൂർണ്ണ നാശമാണെന്നാണ്. നീതിമാന്റെ ആയാലും ദുഷ്ടന്റെ ആയാലും മനുഷ്യന്റെ ആത്മാവ് മേലോട്ട് പോകുന്നു, മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് പോകുന്നു, ആർക്കറിയാം? രണ്ടിനും ശ്വാസമൊന്നത്രേ, രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. അതായത് മൃഗം മരിക്കുന്നത് പോലെ മനുഷ്യനും മരിക്കുന്നു എന്നാണ്. അപ്പൊ ഇതിന്റെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ കീഴോട്ട് പോകുന്നുവോ? അതിലെ ശ്വാസം എന്നാ പറഞ്ഞത്. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ ഭൂമിയിൽ ഉള്ള ജീവജാലങ്ങൾക്ക് യഹോവയുടെ ശ്വാസത്താലാണ് ജീവിക്കാൻ. ഈ ശ്വാസം എന്ന് പറയുന്നത് ഓക്സിജനാണ്. ഓക്സിജന്റെ അഭാവത്തിൽ ജീവികൾ എല്ലാം നശിച്ചു പോകും. ആത്മാവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ ആവശ്യമില്ല. ഈ ശരീരത്തെ ജീവിപ്പിക്കാൻ ആത്മാവിന് കഴിയേണ്ടതാണ്. ഒരിക്കലൊരു ബസ്സിൽ നിന്ന് തെറിച്ചു വീണ ഒരാൾ ബോധരഹിതനായി ഒരാഴ്ച ആശുപത്രിയിൽ കിടന്നു.
അദ്ദേഹം വീണ്ടും ബോധം പ്രാപിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹം ക്രൈസ്തവനാണ്, ഈ ആത്മാവുണ്ടെന്ന് പറയുന്നതൊക്കെ വെറുതെ പറയുന്നതാണ്. ഞാൻ ഇത്രയും നാളും ബോധമില്ലാതെ കിടന്നവനായിട്ട് ഈ ആത്മാവ് ഒരു കാര്യം എന്നോട് പറഞ്ഞില്ല, എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നാണ്. കണ്ടോ, എത്രയോ അറിവുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞെന്നറിയാം. അപ്പം ഇങ്ങനെ ക്രൈസ്തവ മണ്ഡലങ്ങൾ മുഴുവൻ ഈ അവ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ്, ഈ ആശയങ്ങൾ പറഞ്ഞ് മനുഷ്യനെ തെറ്റിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ്, ആ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കൽ പോയി സുഖമായിട്ട് അവിടെ സന്തോഷിച്ച് ഇരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട. ഇത് വെറും ഒരു വ്യാമോഹമാണ്, വ്യക്തതയില്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് യഥാർത്ഥമായ സത്യം, മനുഷ്യന് പ്രത്യാശ നൽകുന്ന സത്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അത് നമ്മൾ കണ്ടെത്തിയാണ് നമ്മൾ കൂടുതൽ വിശ്വാസമുള്ളവരും പ്രത്യാശയുള്ളവരുമായിരിക്കും. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മേലാലും എല്ലാവരുടെയും സഹകരണം വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.